CUT പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന റീസണിങ്ങിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ. കോഡിംഗിലെ നമ്പർ കോഡിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഇഫ് ഡോഗ് 26 ഫ്ലൈ 43 then what is the code of bird എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കോഡിംഗ് നമ്പർ കോഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ ആൽഫബറ്റിന് കൊടുക്കുന്ന നമ്പർ ആദ്യം ഇട്ട് നോക്കുക. ഇപ്പൊ ഡോഗ് എന്നുള്ളത് നമുക്ക് ഡോഗ് എന്നുള്ളതിന് DOG എന്നുള്ളത് സാധാരണഗതിയിൽ ഡി എന്നുള്ളത് 4th ലെറ്റർ ആണ്. ദെൻ 7ാമത്തെ ലെറ്റർ ആണ് ജി എന്നുള്ളത്. ദെൻ 15ാമത്തെ ലെറ്റർ ആണ് ഒ എന്നുള്ളത്. നമുക്ക് ഇജോട്ടി ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇജോട്ടി എന്നുള്ളത് എന്നുള്ള വളരെ അല്ലെ ഈ 5ാമത്താണ് ജെ, 10ാമത്താണ് ഒ, 15ാമത്താണ് ടി, 20ാമത്താണ് വൈ എന്നുള്ളത് 25ാമത്തെ ലെറ്റർ ആണ്. പെട്ടെന്ന് കണ്ടെത്താൻ. ഓക്കെ, അത് സാന്ദർഭികമായിട്ട് പഠിപ്പിച്ചതാണ്. ദെൻ ഇത് കൂട്ടിയാൽ നമുക്ക് 26 കിട്ടുന്നത്. ഓക്കെ, അപ്പോ സെയിം ലെറ്ററിന് സെയിം നമ്പർ ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബേർഡ് എത്രയായിരിക്കും? ഓക്കെ, ബേർഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബേർഡ് നമുക്ക് അങ്ങനെ ബേർഡ് എത്തുന്നതിന് മുന്നേ ഫ്ലൈ കൂടി നോക്കാം. ഫ്ലൈ നോക്കുന്ന സമയത്ത് 43 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ ബേർഡ് എത്രയാണെന്നാണ് നമുക്ക് നോക്കട്ടെ. BIRD. ഓക്കെ, ബി എന്നുള്ളത് 2ാമത്താണ്. ദെൻ നമുക്ക് നോക്കാം ഡി എന്നുള്ളത് 4ാമത്താണ്. ദെൻ ഇജോട്ടി എന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ടി തൊട്ടടുത്ത ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. RST. അപ്പോൾ ടി എന്നുള്ള R എന്നുള്ള 18ാമത്തെ ലെറ്റർ ആണ്. ദെൻ I എന്നുള്ളത് FGHI. ഓക്കെ, ജെക്ക് തൊട്ട് മുമ്പുള്ള 9ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 18ഉം 27ഉം 31ഉം 33. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ബി 2ാമത്താണ്, I 9ാമത്താണ്, R 18ാമത്താണ്, ദെൻ ഡി 4ാമത്താണ്. ഇത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 33 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.